പണിതിട്ടും പണി തീരാതെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു അങ്കണവാടിയെക്കുറിച്ചാണ്. പത്തനംതിട്ട നാരകത്താണിയിലെ അങ്കണവാടി കെട്ടിടമാണിത്. 7 വർഷം കൊണ്ട് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചെങ്കിലും കെട്ടിടം പൂർത്തിയായിട്ടില്ല. പാതി പണിതിട്ട കെട്ടിടം ഇപ്പോൾ കാടുകയറി ഇഴജന്തുക്കളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ്. കെട്ടിടം പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനന്തമായി പണി നീണ്ടുപോയ കെട്ടിടം ഇന്ന് അനാഥം. കഴിഞ്ഞ 7 വർഷത്തിനിടെ മാറി മാറി വന്ന ജനപ്രതിനിധികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ അങ്കണവാടിയുടെ പ്രവർത്തനം മറ്റൊരു താൽക്കാലിക വാടക കെട്ടിടത്തിൽ. 2017-18 കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് 8 ലക്ഷവും ICDS ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപയും ചെലവഴിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി. എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും വലിയ തുക ചെലവഴിച്ചിട്ടും കെട്ടിട നിർമ്മാണം മാത്രം പൂർത്തിയായില്ല. കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങൾ, ബാത്റൂം ഇല്ല. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കുണ്ട്. പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ ഇടപെട്ട് അതിൻ്റെ കല്ലും തറക്കല്ലിട്ടു. അംഗൻവാടി പണിത് അത്രയൊക്കെ ആക്കി ഇട്ടുണ്ട്. തുടർന്ന് അതിൻ്റെ കുറച്ച് പണികളോട് ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ മതിൽക്കെട്ട്, പിന്നെ ചുറ്റുമതിൽ, കരണ്ട്, ഗേറ്റ്, ഇത്രയും കൂടെ അങ്ങ് ചെയ്ത് കിട്ടാനുണ്ട്. പടുതോട് എഴുമറ്റൂർ ഭാഗത്ത് പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ ഘടന 3 നിലകളായിട്ടാണ്. റോഡ് നിരപ്പിൽ അങ്കണവാടി, 1ാം നിലയിൽ വാർഡ് തല കുടുംബശ്രീ ഓഫീസ്, ഗ്രാമകേന്ദ്രം, റോഡ് നിരപ്പിൽ താഴെയുള്ള ഭാഗത്ത് ഹാൾ. ഈ രീതിയിലായിരുന്നു കെട്ടിടത്തിന്റെ വിഭാവനം. 15 ലക്ഷം രൂപയ്ക്ക് ഇത്രയും പണി പൂർത്തിയാകില്ല എന്ന് കണ്ട് 2022-23 വർഷം പഞ്ചായത്ത് പദ്ധതിയിൽ 10 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിരുന്നു. ഇതോടെ നിലച്ചിരുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് അല്പം ജീവൻ വെച്ചു. ഭിത്തിയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പണികൾ ഇനിയും അവശേഷിക്കുകയാണ്. എത്രയും വേഗം അങ്കണവാടിയുടെ പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അകത്തെ പണികളെല്ലാം കഴിഞ്ഞു, ടൈല് എല്ലാം വർക്കുകൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചുറ്റുമതിലും കിട്ടണം, പിന്നെ കരണ്ടും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാം. 26 വർഷമായി വാടക കെട്ടിടത്തിലാണ് നാരകത്താണിയിലെ 7ാം വാർഡിലുള്ള അങ്കണവാടിയുടെ പ്രവർത്തനം. 40 കുട്ടികൾ വരെ ഉണ്ടായിരുന്ന അങ്കണവാടിയിൽ ഇപ്പോഴുള്ളത് 9 കുട്ടികൾ മാത്രം. വാടക കെട്ടിടത്തിന് സ്ഥലപരിമിതിയും കാലപ്പഴക്കവുമുണ്ട്. പുതിയ കെട്ടിടം അപ്പുറത്ത് പണി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് കുറച്ചെന്തോ കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഓടിക്കളിക്കാനും അംഗൻവാടിയിലൊക്കെ വന്നിരിക്കാനും ഒക്കെ നല്ലതായിരിക്കും. കുട്ടികൾ കളിച്ചും ചിരിച്ചും പഠിച്ചും വളരേണ്ട അംഗനവാടി കെട്ടിടമാണ് ഇന്ന് ഈ നിലയിൽ നശിച്ചു കിടക്കുന്നത്. അധികൃതർ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാകാൻ പാടില്ല. ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അഭിലാഷിനും ശ്രീലാലിനുമൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.